നമുക്ക് എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് നമ്മുടെ ഇമോഷൻസ്, എന്തൊക്കെ മുറിവുകളാണ് നമുക്കുള്ളത്, എന്തൊക്കെ അൺമെറ്റ് നീഡ്സ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, ഇതിനെയൊക്കെ അറിഞ്ഞ് ആ സെൽഫിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നമ്മളായി മാറുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മാസ്ക് മാറ്റിയെങ്കിലും നമ്മൾ ലൈഫ് ലോങ് എടുത്തിടുന്ന ഒരു മാസ്ക് ഉണ്ട്. അത് മാറ്റാൻ ആരും റെഡിയല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നൻസി ആവുന്നവരുണ്ടല്ലോ, അവരിങ്ങനെ പെട്ടെന്ന് പറയൂല, അയ്യോ ഇപ്പൊ വേണ്ടായിരുന്നു. ഈ ഒരൊറ്റ വാക്ക് ഉള്ളിലിരിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ വേണ്ടേ, ഞാൻ വരണ്ടേ. ഈ റിജക്ഷൻ ലൈഫ് ലോങ് എവിടെ ചെന്നാലും റിജക്ഷൻ ഉണ്ടാകും. ഇപ്പൊ ഈ കുട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ആ വെള്ളം കാണത്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും. അപ്പോഴും അവിടെ എനിക്കില്ല, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളൂലടാ, നീ ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളൊരു വാക്ക് ആ കുട്ടി എങ്ങനെയാണോ എടുക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. അയ്യേ മോശമാണ്, കരയല്ലേ, ആൺകുട്ടികൾ ആരെങ്കിലും കരയുമോ? അപ്പോൾ ആ ജെൻസിന് അറിയാതെ ഉണ്ടാവുന്നതാണ് കരയാൻ പറ്റുന്നത്. ഈ ഇമോഷൻസ് എവിടെയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ ഡിപ്പെൻഡൻസി, ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്നു, അതും ഈ ലോൺലെസ്സും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കുഞ്ഞുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ആ കുഞ്ഞിനെ കുസൃതികളും കളികളും മാത്രമല്ല, അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ട്രോമകളുണ്ട്. ആ ട്രോമകളെ കുറിച്ചും അതിനെങ്ങനെ ഹീൽ ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന വിഷയത്തിൽ ഇന്ന് എനിക്കൊപ്പം സംസാരിക്കാനുള്ളത് വന്ദന ടി ആണ്, സ്പിരിച്വൽ ഹീലറാണ്. നമസ്കാരം മാം. നമസ്കാരം. നമ്മളെല്ലാവരും ഭയങ്കര അഭിമാനത്തോടെ പറയുന്നതാണ്, നമുക്കുള്ളിലെല്ലാം ഒരു കുഞ്ഞുണ്ട്, ഭയങ്കര എന്താ പറയുക, കുസൃതിയുള്ള അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ട്രോമകൾ അത് നമ്മുടെ ഭാവിയിൽ നമ്മളെല്ലാവരെയും ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്താണ് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന വിഷയത്തിന് പ്രാധാന്യമേറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ അറിയുക, നമ്മളിലൂടെ ഒരു യാത്ര ചെയ്യുക. എന്താണ് നമ്മുടെ ഇമോഷൻസ്, എന്തൊക്കെ മുറിവുകളാണ് നമുക്കുള്ളത്, എന്തൊക്കെ അൺമെറ്റ് നീഡ്സ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, ഇതിനെയൊക്കെ അറിഞ്ഞ് ആ സെൽഫിലേക്ക് കണക്ട് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് അറിയുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ്. എനിക്കറിയില്ല ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എൻ്റെ ഇമോഷൻസൊക്കെ ആയിരുന്നു എന്നെ പിറകിലോട്ട് വലിച്ചത്, എനിക്ക് എന്തൊക്കെ മുറിവുകളാണ് ഉണ്ടായിരുന്നത്, ഒന്നും എനിക്കറിയില്ല. ഞാനൊരു ഓളത്തിന് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ എന്നെ അറിയുക, സ്വയം അറിയുക, സ്വയത്തിലേക്ക് കണക്ട് ചെയ്യുക, ഇത് തന്നെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്ട്രെസ് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. എല്ലാത്തിനും സ്ട്രെസ്സുകളാണ്. ഈ സ്ട്രെസ്സുകൾ മൂലം തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മൾ ആരുടെയും മെന്റൽ ഹെൽത്ത് അത്രത്തോളം എന്താ പറയുക ഹാപ്പി ആണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നൊരു പാർട്ടാണ് ചൈൽഡ്ഹുഡ് ട്രോമകൾ എന്ന് പറയുന്നത്. കുഞ്ഞുനാളിൽ എന്തെങ്കിലും നമ്മളെ പേടിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം. അത് നമ്മളെ ഭയങ്കരമായി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഭാവിയെ ബാധിക്കുന്നത്? അത് പല രീതിയിലുണ്ട്. ഒരുപാട് ഇപ്പം നമ്മൾ ഈ ഒരു ഇന്നർ ചൈൽഡിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, കറേജ് ആയിട്ടുള്ള, ഒരുപാട് ഡ്രീംസ് ഉള്ളൊരു കുട്ടിയാണ്. എല്ലാ കുട്ടികളുടെയും നമ്മൾ നോക്കി അറിയില്ല, അവർക്കൊരു പേടിയില്ല, എല്ലായിടത്തും അവർ ഓടിക്കളിക്കുന്നു, എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് റിലാക്സ്ഡ് ആവും. അതാണ് ശരിക്കുള്ളൊരു കുട്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നമ്മളായി മാറുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, പുറമെ ഒരു മാസ്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഐ എം ഹാപ്പി ഓൾവേസ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക്, പുറത്ത് ചിരിച്ച് റൂമിൽ ചെന്ന് കരയുന്ന അവസ്ഥ. യെസ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് തന്നെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ അതൊരു മോശമാണ് എന്നുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്, അയ്യേ എന്ന് നമ്മളെ പറയുന്നത്. അപ്പം കൂടുതൽ മാസ്ക്, ഇപ്പം കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മാസ്ക് മാറ്റിയെങ്കിലും നമ്മൾ ലൈഫ് ലോങ് എടുത്തിടുന്ന ഒരു മാസ്ക് ഉണ്ട്, അത് മാറ്റാൻ ആരും റെഡിയല്ല. പക്ഷെ ആ മാസ്കിനെ മാറ്റി ഞാൻ ഇന്നതാണ്, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ശരിക്കും നമ്മളിലേക്ക് ഒരു ചേഞ്ച് വരുന്നത്. ഇപ്പം കുട്ടിക്കാലത്ത് പല രീതിയിലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പറയുമ്പോൾ ഒരു 0 to 8 years ആണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വരുന്ന സമയത്ത്. ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നൻസി ആവുന്നവരുണ്ടല്ലോ, അവരിങ്ങനെ പെട്ടെന്ന് പറയൂലേ, അയ്യോ ഇപ്പം വേണ്ടായിരുന്നു. ഈ ഒരു
ഒരൊറ്റ വാക്ക് ആ ഉള്ളിലുള്ള കുഞ്ഞിന് മുറിവുണ്ടാക്കും. ഓക്കെ, നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ പക്ഷെ ആ ഒരു പെട്ടെന്ന് അയ്യോ ചിലപ്പോൾ ഒരു പ്ലാൻഡ് ആയിരിക്കും അവർ, ഇപ്പോൾ ഒന്നും വേണ്ട, 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മതി എന്നൊക്കെ ഡിസിഷൻ എടുത്തിരിക്കുന്നവരായിരിക്കും. പക്ഷെ അറിയാതെ അത് സംഭവിച്ചു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അയ്യോ ഇപ്പം വേണ്ട. അപ്പം ആ ഉള്ളിലിരിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ വേണ്ടേ, ഞാൻ വരണ്ടേ? ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു മൊമെൻറ്റിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ റിജക്ഷനാണ്. എന്നെ റിജക്റ്റ് ചെയ്തു. ഈ റിജക്ഷൻ ലൈഫ് ലോങ് എവിടെ ചെന്നാലും റിജക്ഷൻ ഉണ്ടാകും. ഇപ്പം നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയെന്ന് വെച്ചോ, കുടിക്കാൻ വെള്ളം കൊണ്ടുവയ്ക്കുന്ന വെച്ചാൽ ഈ കുട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ആ വെള്ളം കാണത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും. അപ്പോഴും അവിടെ എനിക്കില്ല. ഇങ്ങനെ പല പല ലൈഫ് സിറ്റുവേഷനിലും ഈ റിജക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എപ്പോഴാണോ നമ്മളത് തിരിച്ചറിയുന്നത്, എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന റിജക്ഷനാണ് എന്ന് തിരിച്ചറിയുന്ന സമയം തൊട്ടാണ് ആ ചേഞ്ചസിലേക്ക് വരുന്നത്. നമ്മളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് സംഭവിക്കില്ല, അല്ലെങ്കിൽ സംഭവിച്ചാലും നമ്മൾ അറിയും. പിന്നെ നമുക്ക് പറഞ്ഞാൽ ആ ഒരു ഇമോഷണലി നമ്മൾ കുറെ സ്റ്റേബിൾ ആവും. ഇറ്റ്സ് ഓക്കെ, നമ്മളെ ബാധിക്കില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ, ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ അധ്യാപകരൊക്കെ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു വാക്കാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളൂലടാ, നീ ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളൊരു വാക്ക്. ആ കുട്ടി എങ്ങനെയാണോ എടുക്കുന്നത് അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാം, പക്ഷെ ആ ഒരാൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീച്ചറായിരിക്കാം, ഭയങ്കര ട്രസ്റ്റുള്ളൊരു ടീച്ചറായിരിക്കാം. ആ ടീച്ചറാണ് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറയുന്നത് നീ ശരിയാവാൻ പോകുന്നില്ല. ഇത് ആ 100% ഇൻറ്റൻസിറ്റിയോടുകൂടി ഉള്ളിലേക്കാണ് പോകും. ഈ തോട്ട് ഇങ്ങനെ കിടക്കും. എവിടെ ചെന്നാലും അവൻ്റെ മൈൻഡിൽ അടുത്തൊരു നെക്സ്റ്റ് ഷിഫ്റ്റിലേക്ക് ചേഞ്ചിലേക്ക് പോകുന്ന സമയം ഉള്ളിലിരുന്ന് ആരോ പറയും നീ ശരിയാവില്ല. നമ്മളത് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെയാണ് ആൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആൺകുട്ടികൾ കരയാൻ പാടില്ല. ആ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യാൻ, അയ്യേ മോശമാണ് കരയില്ലേ, ആൺകുട്ടികൾ ആരെങ്കിലും കരയുമോ? അപ്പോൾ ആ ജെൻസിന് അറിയാതെ ഉണ്ടാവുന്നതാണ് കരയാൻ പറ്റില്ല. ഈ ഇമോഷൻസ് എവിടെയാണ് അവർ ഹോൾഡ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ച് അത് പിന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകും. എന്ത് ഇമോഷൻ വന്നാലും അവർ എക്സ്പ്രസ് ചെയ്യില്ല. ഇങ്ങനെ പല പല സന്ദർഭങ്ങളിലാണ് നമ്മളെ ഈ ട്രോമ ഇതാവുന്നത്. നമ്മളിപ്പോ ഈ ഇന്നർ ചൈൽഡ് തെറാപ്പി അല്ലെങ്കിൽ ഹീലിംഗ്, അതില് എങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്തെടുക്കുന്നത്? നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് കോസിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അറ്റ് പ്രസൻറ്റ് ഒരു പ്രശ്നം അനുഭവിക്കുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. എത്രയും അവർ യോജിച്ച് പോകുന്നു, കൗൺസിലിംഗ് എടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു, അവർക്ക് ഒരുമിച്ച് പോകണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ട്? അപ്പം നമ്മുടെ ഉള്ളിലൊരു ക്വസ്റ്റ്യൻ വരും, വൈ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത്. ആ എന്തുകൊണ്ട് എന്നതിലേക്കൊരു യാത്രയാണ്. നമ്മളിപ്പോൾ ഒരു 25 years നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പുറകിലേക്കൊരു യാത്രയാണ് പോകുന്നത്. അത് ചിലപ്പോൾ ചെന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഊമ്പിലായിരിക്കാം, ചിലപ്പോൾ 1 വയസ്സിലായിരിക്കാം, ചിലപ്പോൾ 2 വയസ്സിലായിരിക്കാം. എവിടെയാണ് കറക്റ്റ് അതിൻ്റെ പോയിന്റ്? ചിലപ്പോൾ 15 വയസ്സിലൊരു സംഭവം അതിന് ബേസ് കാണും, പക്ഷെ അതിൻ്റെയും പുറകിൽ കാണും അതിൻ്റെ റൂട്ട് കോസ് എന്നുണ്ട്. അപ്പം നമ്മൾ പുറകിലേക്കൊരു യാത്രയാണ് പോകുന്നത്. ചെന്ന് ഇതാണ് അതിൻ്റെ റീസൺ. ഇപ്പോൾ പാരൻസ് തമ്മിൽ വഴക്കാണെങ്കിൽ അപ്പോൾ അവിടെ വളരുന്ന ഒരു കുട്ടി വിചാരിക്കും ഒന്നെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഇതാണ് റിലേഷൻഷിപ്പ്, ഇതാണ് ഫാമിലി ലൈഫ്. എനിക്ക് ലൈഫിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഒരു യാത്ര പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന സമയം എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വന്നിരുന്നു. ചേച്ചിയുണ്ട്, അങ്ങോട്ടുള്ള യാത്രയാണ് കോഴിക്കോട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹീലറാണ്, കൗൺസിലിംഗ് ചെയ്യുന്നപ്പം എൻ്റെ മോളെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി, മോൾക്ക് എത്ര വയസ്സുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 25 വയസ്സുണ്ട്. അവൾക്ക് വിവാഹമേ വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ അവളെ വിവാഹം കിട്ടി, അത് ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, വിവാഹം വേണ്ട. അപ്പം അവരൊരുപാട് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് വിവാഹം വേണ്ട. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചു വന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഫാമിലി ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. അയ്യോ എൻ്റെ മോളെ ഒന്നും പിന്നൊരു കഥയാണ് അവിടെ പറഞ്ഞത്, ഫുള്ളൊരു കഥയാണ് പറഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലായി, കാരണം ആ കുട്ടി കണ്ട ഫാമിലി ലൈഫ് ഇതാണ് ഫാമിലി ലൈഫ് എങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ദിസ്, എനിക്കിത് വേണ്ട, അതാണ് അവിടെ. അപ്പോൾ ഇവർക്കറിയില്ല
പുള്ളി ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു, ഈ കുട്ടിയുടെ അച്ഛൻ മദ്യപിക്കുമായിരുന്നു, വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അത് കുഞ്ഞിലേ കുഞ്ഞിലേ വരുന്നതാണ്. അത് ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു 15 years ഒക്കെ ആയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു 0 to 8 years എന്ന് പറയുന്നത് യാതൊരു തരത്തിലും എന്താണോ സംഭവിക്കുന്നത് അതിനെ ബ്ലോട്ട് ചെയ്തെടുക്കും. അതുപോലെ അത് ഹാപ്പിനെസ് ആയാലും സാഡ്നെസ് ആയാലും എന്തായാലും അതിങ്ങനെ ഒരു ബ്ലോട്ടിംഗ് പേപ്പറോട് ഒപ്പി ഇങ്ങനെ എടുക്കുക. അപ്പോഴേ ഇതാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റോള്, ഇങ്ങനെ ആയിരിക്കും. അപ്പോഴവിടെ ഡിസിഷൻ വരികയാണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഹീലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? നമ്മൾ പല ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് നമ്മൾ NLP യൂസ് ചെയ്യാറുണ്ട്. ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ മായ്ച്ചു കളയുക എന്നൊരു സംഭവത്തിലേക്ക് ഇതിനകത്ത് പോകുന്നില്ല. നമ്മൾ അതിനെ ഒന്ന് ഓർത്ത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഹീലർ ആണെങ്കിൽ ഐ ആം ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ യൂണിവേഴ്സ്. ഞാനിങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കുന്നു. എന്താണ് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിലേക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇപ്പം നമുക്കൊരു കൗൺസിലിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ ഇന്ന മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ മെത്തേഡ് എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന പ്ലസ് ആഡിങ് ആണിത്. ഇപ്പോൾ നമ്മൾ പറയും ഭൗതികവും ആത്മീയവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജി ആ മെത്തേഡിൽ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ യൂണിവേഴ്സൽ പവറിലേക്ക് ഫുള്ള് കൊടുത്തിട്ടാണ്. അപ്പം അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എവിടെയാണോ മാറ്റം സംഭവിക്കേണ്ടത്, അതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഇതിലൂടെ സാധിക്കും. ഇപ്പൊ നമ്മൾക്ക് ഈ ഹീലിങ്ങിന് വരുന്നവരിൽ പലർക്കും മേ ബി എന്താണ് അവരുടെ പ്രശ്നം എന്ന് കൃത്യമായി അറിയാത്തവരായിരിക്കും. എന്ന് വെച്ചാൽ ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് സങ്കടം, ഒരു ഇമോഷൻസിന് ഒരു എന്താ പറയാ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഇതാണ് അവരുടെ പ്രശ്നം, അങ്ങനെ എങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്? ഇപ്പൊ ശരിക്കും നമ്മൾ ആങ്കർ നമ്മുടെ ഒരു ഇമോഷനാണ്. ശരിക്കും ഈ ആങ്കർ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിക്കുമ്പോൾ. യെസ്, നമ്മുടെ നീഡ്സ് അൺമെറ്റ് ചെയ്യുമ്പം സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത്, അല്ലേ? ഇപ്പം ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ചെയ്യൂ, ഇതാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ അതനുസരിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയാം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്താ ഇത്? ഇപ്പം കുട്ടികൾ കുട്ടികളോട് പറയാറില്ലേ, നീ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ചെയ്തില്ലേ അമ്മ പറയാം എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടേ എന്ന് പറയും. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് എനിക്ക്, അപ്പം അത് എൻ്റെ അൺമെറ്റ് നീഡാണത്, എനിക്കവിടെ സാറ്റിസ്ഫൈ ആവാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ആങ്കർ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആങ്കറിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്ത് നീഡാണ് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടാതെ പോയത് അതിലേക്ക് നമ്മൾ കണക്റ്റ് ആവും. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇപ്പം സാഡ്നെസ് എന്ന് പറയുന്നത്, അതുപോലെ സാഡ്നെസ്സിൻ്റെ മറ്റൊരു രൂപമാണ് ആങ്കർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ആങ്കറിൻ്റെ മറ്റൊരു രൂപമാണ് സാഡ്നെസ്. നമ്മൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ പറഞ്ഞു അവസാനം അവർ പൊട്ടിക്കരയും. അപ്പോൾ ശരിക്കും അവരുടെ ഇമോഷൻ എന്താണ്? സാഡ്നെസ് ആണ്. ആ സാഡ്നെസ്സിൽ നിന്ന് വന്ന് ആങ്കറാണ്. അപ്പോൾ നമ്മളങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ കറക്റ്റ് ഇമോഷനിലേക്ക് ചെല്ലും. ഇതിങ്ങനെ ഒരു മാല പോലെ കിടക്കണം, ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് ഒരു ഇമോഷനെ നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ട്രിഗറാവും. നമുക്ക് എന്താണോ ഹീൽ ചെയ്യേണ്ടത് അത് ട്രിഗർ ആയിക്കൊണ്ടേയിരിക്കും, നമ്മൾ അതിൽ ഹീലിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മാമിന്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസ് കൂടുതലും എന്ത് പ്രശ്നം കൊണ്ടാണ് വരാറുള്ളത്? അല്ലെങ്കിൽ എന്താ പറയാ, എന്തായിരിക്കും കൂടുതലായിട്ടും അവരെ ഹോണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ? എന്താണ്? ലോൺലെസ്, അത് ഭയങ്കരമായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. ഒരാളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ തനിച്ചായിപ്പോയി, എനിക്ക് സപ്പോർട്ടില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നു. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ആളുകൾ കൂടുതലുണ്ട്. പിന്നെ ആങ്കർ, സാഡ്നെസ് അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലെ ഡിപ്പെൻഡൻസി, ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്നു, അതും ഈ ലോൺലെസ്സുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ ആങ്കർ, സാഡ്നെസ് അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഈ ഒരു ഒറ്റപ്പെടൽ, അതുപോലെ ഡിപ്പെൻഡൻസി, എന്തിനും എനിക്ക് എപ്പോഴും ആരെങ്കിലും അങ്ങനെയുള്ളവരാണ് കൂടുതൽ വരുന്നത്. അത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ തന്നെ നമ്മളെ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കാത്തതിൻ്റെ ആയിരിക്കാം. നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആയി പ്രവർത്തിക്കും. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പുറത്തു പോയി കുറച്ച് നേരം കളിക്കണമെങ്കിൽ തന്നെ ഒരു അമ്മയുടെ അച്ഛനും കാല് പിടിക്കേണ്ട അവസ്ഥയാണ്.
ഇന്നത്തെ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളെയൊന്നും പുറത്തേക്ക് വിടുന്നതേ ഇല്ല. എല്ലാവരെയും ഫോണിന്റെ മുന്നിലും ടിവിയുടെ മുന്നിലും ഇരുത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ഇത് അവരെ എന്താ പറയാ പുറത്തു പോകുന്നത് ശരിയല്ല, അല്ലെങ്കിൽ പുറത്തു പോകുന്നതിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അത് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലേ ഇത്തരത്തിലുള്ള എന്താ പറയുക ഡിപ്പെൻഡൻസിയിലേക്ക്. എന്ന് വെച്ചാൽ അമ്മ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല, അച്ഛനില്ലാണ്ട് ഒന്നും നടക്കില്ല. അതിപ്പോ ഇനി ഭാവിയിലേക്ക് ആകുമ്പോൾ അത് ഭർത്താവിലേക്ക് മാറും, പിന്നീട് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് മാറാം, അല്ലെങ്കിൽ മക്കളിലേക്കായി മാറാം. ആ ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങളല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് പാരൻസിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ നന്മ തന്നെയാണ്. അവർ വിചാരിക്കുന്ന ഒറ്റൊരു കാര്യം, എനിക്ക് സംഭവിച്ചത് എൻ്റെ കുട്ടിക്ക് വരരുത്. ഓവർ നർച്ചറിങ്ങിലേക്ക് പോകുന്ന പാരൻസ് ആണ് അങ്ങനെ. അപ്പം അവർക്ക് കുറേ ഇൻസഫിഷ്യൻ്റ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെപ്പോഴും വിചാരിക്കുന്നത് എന്താ, എനിക്ക് കിട്ടാതിരുന്നത് എൻ്റെ കുട്ടിക്ക് നടക്കരുത്. അപ്പം അവർ കൂടുതൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി തിരിച്ചാണെങ്കിലും ആരും കൺട്രോൾ ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയ ഒരാൾ, അങ്ങനെ പോയി അബദ്ധത്തിലേക്ക് പോയ ഒരു പേരൻസ് ആണെങ്കിൽ വിചാരിക്കും കൺട്രോളിങ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു എനിക്ക് വന്നത്, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് അത് വരരുത്. അപ്പോൾ അവിടെ ആ കൺട്രോളിങ്ങും വരും, ഓവർ നർച്ചറിങ്ങും വരും. രണ്ടും പ്രശ്നം സൃഷ്ടിക്കും. ഇപ്പോൾ ഓവർ നർച്ചറിങ്ങിൻ്റെ പറയുകയാണെങ്കിൽ എനിക്കൊരു ക്ലയൻറ്റ് വന്നത്, ഇപ്പം അവർ ഫാമിലി ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, ഹസ്ബൻഡ് എൻ്റെ അച്ഛനെ പോലെ എന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, അപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛൻ ആണ്, എനിക്കെല്ലാം എൻ്റെ അച്ഛനായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് പോയി ബസ് സ്റ്റോപ്പിൽ ഏത് പോയിന്റിൽ നിൽക്കണം, ഏത് ബസ്സിൽ കയറണം, ശ്രദ്ധിക്കേണ്ടത് ഏത് ബസ്സിൽ കയറണം, എവിടെ ഇറങ്ങണം, ഇതെല്ലാം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് അച്ഛൻ. ആ ബസ് വരുന്നവരെ വേറെ എത്ര ബസ് വന്നാലും അത് കയറില്ല, അവിടെ തന്നെ നിൽക്കും. ആ ബസ്സിലേ അത് കയറുള്ളൂ. അച്ഛൻ പറഞ്ഞ ഇന്ന കടയുടെ അടുത്തുള്ള സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ. അങ്ങനെ ഗൈഡ് ചെയ്ത് ഇപ്പം ഇതിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും അപ്രൂവൽ വേണം. ഇത് കൊണ്ട് എത്തിക്കുന്ന, ഇപ്പം ഹസ്ബൻഡ് കേട്ടില്ല എന്ന് വെച്ചോ, ഇത് മറ്റാളുകളിലേക്ക്. അതാണ് അവിടെ പറ്റുന്ന ഒരു കാര്യം എന്ന്. ഹസ്ബൻഡ് ചിലപ്പോൾ, കാരണം ഓരോരുത്തർ യുണീക്ക് പേഴ്സൺ ആണല്ലോ, ഒരാള് ആ ഒരു രീതിയിൽ മാറും. അപ്പൊ ചിലപ്പം അത് കേൾക്കുന്ന അത്ര പ്രാധാന്യം അല്ലെന്ന് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അവര് വളർന്ന സാഹചര്യം അതായിരിക്കില്ല. യെസ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരെ കേൾക്കാൻ തയ്യാറാവുന്ന മറ്റാളുകളിലേക്ക് പോകും. അത് മറ്റൊരു അപകടം നമ്മുടെ ലൈഫിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. അതുപോലെ കൺട്രോളിങ് ആണെങ്കിലും ഇത് തന്നെ സംഭവിക്കും. എന്താ പറയുക, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇത് എനിക്ക് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ലേ, ഈ ഒരു കൺഫ്യൂഷനിലേക്ക് പോകും. ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഏത് സാഹചര്യത്തിൽ പോകും. മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും, ഇങ്ങനെ വളർന്നവർ അവരുടെ തലമുറയ്ക്ക് കൊടുക്കുന്നതും ഇത് തന്നെ ആയിരിക്കും. അത് വീണ്ടും നമ്മളിൽ ഇങ്ങനെ ഈ ട്രോമ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള കാരണമാവുകയും ചെയ്യുന്നത്. ഇപ്പോ നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോണിലേക്കാണ്. എന്നുവെച്ചാൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം മുതൽ എന്താണെങ്കിലും നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇരുത്തണം. അതിപ്പോ കുഞ്ഞിന് ചിലപ്പോ ഫോണിലെ ആ ഒരു കളർ കണ്ടിട്ടാണെങ്കിലും അത് നോക്കിയിരുന്നോട്ടെ എന്ന് പറഞ്ഞ് ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾ മുതല് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഫോൺ അല്ലെങ്കിൽ ടാബ്, TV ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസസിലേക്കാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തില്ലേ? എത്തിയില്ലെന്ന് എത്തിക്കഴിഞ്ഞല്ലോ. ഇപ്പൊ ആ ഒരു പ്രശ്നത്തിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകളിലേക്ക് വരെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം. ഇപ്പോൾ വേറെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി കല്യാണം കഴിച്ച 2 പേര്, ഹസ്ബൻഡ് ആണെങ്കിൽ 24 hours ഫോണിലാണ്. 24 മണിക്കൂർ ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ വേണം, ഇല്ലാതെ പോവില്ല. അപ്പോൾ ഈ കുട്ടിക്ക് അത് പ്രശ്നമായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോണിനെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു, എന്നെ എന്തിനു കല്യാണം കഴിച്ച എന്ന തലത്തിലേക്ക് വരെ ചോദ്യം ഉയരുന്ന സന്ദർഭമുണ്ട്. അപ്പം ആ കുട്ടി, ആ ബോയ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിലാണ് ആശ്രയം കണ്ടെത്തിയിരുന്നത്, കുറേ നാളുകളായിട്ട് ഞാൻ ഇതിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്, അതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. അത് നമുക്കൊരു 5 വയസ്സ് വരെയൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. കാരണം അത് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞു. പിന്നെ കുട്ടിയുടെ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം നടത്തിയാലും അത് നടക്കില്ല. അവസാനം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അപ്പം ചെറുതിലേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, കുട്ടിക്ക് കൊടുക്കേണ്ട സമയം കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫോണിന് പകരം മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്, ടോയ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. ഏതോ ഈയിടെ ഒരു വീഡിയോ കണ്ട് എനിക്ക് ആ രാജ്യം ഓർമ്മയില്ല, അവിടെ എന്തോ ഒരു നിയമം വന്നു, 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇനി ഫോൺ കൊടുക്കില്ല.
അത് നല്ലതാണെന്ന് തോന്നുന്നു. യെസ്. അപ്പം നമ്മൾ ഇപ്പം ആദ്യമൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇരിക്കില്ലായിരിക്കാം, ഒരു ദിവസം ഇരിക്കൂല, 10 ദിവസം നമ്മളൊന്ന് ട്രൈ ചെയ്യണം. 11ാമത്തെ ദിവസം അത് സംഭവിച്ചിരിക്കും, കുട്ടി ഇരിക്കും, കഴിക്കും. നമ്മളെ കമ്പിളിമാമനെ കാണിച്ച് ഭക്ഷണം തന്നിരുന്നു. പക്ഷെ നമുക്കതിനുള്ള ക്ഷമയില്ല, സമയമില്ല. അപ്പം നമ്മൾ വിചാരിക്കുക എന്താ, എൻ്റെ ജോലി നടക്കും, കുട്ടി അവിടെ ഇരിക്കുകയും ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അതതിന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നത്തിലേക്കും. അതുപോലെ കോവിഡ് സമയത്ത് ഒത്തിരി പേര് ക്വാറന്റൈൻ ടൈമിലൊക്കെ ഇരുന്നിട്ടില്ലേ, ആ സമയത്ത് ഫോൺ യൂസ് ചെയ്ത പലരും, കുട്ടികൾ ഫോണിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. അന്ന് വേറൊരു പുറത്തേക്കുള്ളൊരു ജീവിതം അപ്പോഴത്തേക്ക് ഫോണാണ്. പക്ഷെ അത് മെന്റലി അവരെ ഭയങ്കരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ. പിന്നെ ഞാനൊരു ടീച്ചറായിരുന്നു, അപ്പൊ എനിക്ക് ആ രീതിയിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് ഫോൺ. പിന്നെ രക്ഷകർത്താക്കള് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് തന്നെ നമുക്ക് ഡിജിറ്റലിനെ നമ്മൾ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കുക, അതിനൊരു ടൈം കൊടുക്കുക, അവരോടൊപ്പം നമ്മളിരിക്കുക. കാരണം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മൊത്തം അതിനെ നിഷേധിക്കും. ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു ടൈം കൊടുത്ത്, ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഒരു ടൈം കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഫോൺ വാങ്ങിച്ചാൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എല്ലാത്തിനും ആ ഒരു ടൈം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പാരന്റിങ് നോക്കി കുട്ടികളുടെ ബിഹേവിയർ എന്താ പറയാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വലിയൊരു ഘടകമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ടീച്ചർമാര്. ഇപ്പൊ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര അബ്യൂസീവ് ആണെന്ന് ഞാൻ പറയും. ഇന്നത്തെ ടീച്ചർമാരെക്കാൾ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ, അല്ലെങ്കിൽ എനിക്കോട്ട് മാം കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് ഈ ടീച്ചർമാരൊക്കെ ഭയങ്കര അബ്യൂസീവ് ആണ്. എന്ത് പറഞ്ഞാലും എന്താ പറയാ, അവരുടെ വിചാരം നമ്മളെ അപമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നമ്മളോട് നാല് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മേ ബി അത് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഭാവിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുന്നതാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടീച്ചർ, മാത്സ് ടീച്ചറായിരുന്നു. ടീച്ചർ എന്ത് ചന്ത പിള്ളേരാ എന്നുകൊണ്ട് ബഹളമാ. പുള്ളിക്കാലത്തിന്റെ ഒരു മാസ്റ്റർ ഡയലോഗാണ്, എന്ത് ചന്ത പിള്ളേരാന്ന് ചോദിക്കും ക്ലാസ്സിൽ വന്നിട്ട്. പക്ഷെ പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്ക് ഇങ്ങനെ ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ കൗൺസിലിങ്ങിന് പോയിട്ട് ഇതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഈ ടീച്ചർ അന്ന് വിളിച്ച ചീത്തകൾ അവൾ അത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവൾക്ക് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആരോഗ്യപരമായിട്ട്. അവൾ അന്നൊക്കെ സബ് കോൺഷ്യസ് ആയി സംസാരിച്ചിരുന്ന ടീച്ചറെ കുറിച്ചിട്ടാ, ഈ മാത്സ് പഠിപ്പിച്ച ഈ ടീച്ചറുടെ കാര്യം പേരെടുത്ത് അവൾ പറയുമായിരുന്നു, എന്റെ ടീച്ചർ അങ്ങനെ പറയല്ലേ, എന്നെ അങ്ങനെ ചെയ്യല്ലേ. നമുക്കത് കേൾക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ ശേഷം, ഞാൻ അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്താണ് അവളുടെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ, അത്രയും കാലങ്ങളായി അവളുടെ ഉള്ളിൽ കടന്നിരുന്ന ഒരു കാര്യമാണത്. പിന്നെ അത് അവളെ അത്രത്തോളം മെന്റലി ഹേർട്ട് ചെയ്തിരുന്നു. പിന്നെ അവളെ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി, മോളെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചീത്ത വിളിക്കാറുണ്ട് ടീച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, അല്ലാതെ അവളെ പേഴ്സണലി അവർ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളം അവളെ മാനസികപരമായി ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോ ഈ ടീച്ചർമാരും ശ്രദ്ധിക്കണ്ടേ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ, പഠിപ്പിക്കുമ്പോൾ? യെസ്, വളരെ ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരാൾ പറയുന്നു അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും. ഇപ്പം 40 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു കാണും അല്ലേ, ഒരുപക്ഷെ ഈ കുട്ടിക്കായിരിക്കും അത് കൂടുതൽ എഫക്റ്റ് ആക്കിയത്. എന്തുകൊണ്ട്? അതും ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഇത്രത്തോളം ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണമെന്ന്. അപ്പം അത് ഇമോഷണലി ഓൾറെഡി ട്രിഗേർഡ് ആയിരുന്നു വേറെ എന്തോ കാര്യത്തിൽ. അപ്പോൾ ഇതും കൂടി വന്നപ്പം നന്നായിട്ട് അതങ്ങ് അഫക്റ്റ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ കുട്ടികളെ ഹേർട്ട് ചെയ്യും, അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ തന്നെ അത് മാറും. അപ്പം അതിന് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ പ്രസക്തിയായിരുന്നു. നമ്മൾ പറയും എല്ലാ ഫീൽഡിൽ നിൽക്കുന്നവരും ഒരിക്കലെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യണം. കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്താണ്, ആരാണ് എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ. അപ്പം അവർ കരയുമ്പോൾ നമ്മൾ പറയും, ഈ എന്തിന് കരയുന്നു എന്ന ചോദ്യത്തിന് പകരം ആ കരച്ചിലിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്, കരയട്ടെ തീർക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അവർക്കൊരു സാവകാശം കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് അറിയണം എന്തുകൊണ്ട് ഈ കണ്ണുനീര് വരുന്നു. ആ ഇമോഷനെ നമുക്ക് അറിയാൻ പറ്റണം, എങ്കിലേ നമുക്ക് വേറൊരാൾക്ക് നമുക്ക് അതിനൊരു ചാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മൾ കൗൺസിലിംഗ് കയറിയപ്പോൾ കുഴപ്പമില്ലെന്നേ, സാരമില്ലെന്നു പറഞ്ഞാൽ അവരത് എത്രത്തോളം എടുക്കും? അവരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അവർ ഏറ്റവും പീക്ക് മൊമെന്റിലാണ് നിൽക്കുന്നത്, അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷെ അപ്പം അവരെ നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞൊരു വാക്കിൽ അത് ഒതുക്കുക എന്നുള്ളത്
എളുപ്പമല്ല. പകരം അവരെ കേൾക്കുക, കേട്ടിട്ട് ഫുള്ള് നമ്മളവരെ കേട്ടതിന് ശേഷം ഇതൊക്കെ ഇപ്പം ഒരു ഡൈവോഴ്സൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, സമാധാനപ്പെടും, ഇത് ലോകത്തിപ്പോൾ ഒരു ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ അത് ചെയ്യണമെന്ന് പ്രോത്സാഹനമല്ല, പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നമ്മൾ അതിലൂടെ കടന്നുപോയല്ലേ പറ്റുള്ളൂ, അതിനെ നേരിട്ടല്ലേ പറ്റുള്ളൂ. അപ്പം അതിനുള്ള ധൈര്യം നമുക്ക് വേണമല്ലോ. അങ്ങനെയും നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളങ്ങനെ പോകണമെന്നല്ല, നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ അയാൾ വേണമെങ്കിൽ ഓക്കെ, നമുക്കത് നോക്കാം. കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, പോകാനുണ്ടെങ്കിൽ അത്രയൊരു സമാധാനം നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം അവിടെ ചവിട്ടി നിന്നുകൊണ്ട് അവർ ചിന്തിക്കാൻ തുടങ്ങും, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നതിലേക്ക് പോകാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡിവോഴ്സിന്റെ മെയിൻ റീസൺ ആണ് ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സാധനം നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് എത്താം. അതുപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞുനാളിൽ മേ ബി നമ്മുടെ അച്ഛനോ അമ്മയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കാണണ്ട, ചില ആൾക്കാർക്ക് പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് പിന്നെയും കുറവാണ്, പണ്ട് കാലത്ത് സംശയരോഗം മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ വീട്ടിൽ നമുക്ക് ആ സംസാരം തന്നെ നമുക്ക് ഭയങ്കരമായി കേട്ട് അത് കുഞ്ഞുങ്ങളുടെ തലയിൽ കയറുന്ന ഒരു സാഹചര്യമില്ലേ? അപ്പൊ അങ്ങനത്തെ അത് അവർക്ക് ഒരു മോട്ടിവേഷൻ ആവാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഈ പറഞ്ഞ പോലെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഇത് പാടില്ല. രണ്ട് രീതിയിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഏത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളും ഒന്നിനെ നമുക്ക് അനുകൂലമാക്കി എടുക്കാം, ഒന്നിനെ പ്രതികൂലമാക്കി എടുക്കാം. ഞാൻ വായിച്ചൊരു കഥയുണ്ട്. ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയും 2 ആൺമക്കളാണുള്ളത്. ഈ അച്ഛനെന്ന് പറയുന്നത് ഭയങ്കര മദ്യപാനവും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ആളും ഒക്കെയായിരുന്നു. ഈ 2 കുട്ടികളും വളർന്നു വലുതായപ്പോൾ 2 രീതിയിലാണായത്. ഒരാൾ പ്രശസ്തനായ ഒരു ഡോക്ടറായി, ഒരാൾ ഭയങ്കര കുടിയനുമായി. അപ്പോൾ ഈ 2 ആളുകളോടും 2 പേരോടും ചോദിച്ച ഒരേ ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയി എന്നാണ് ചോദിച്ചത്. ആ സമയത്ത് കൊടുത്ത മറുപടി, ഒരാൾ കൊടുത്ത മറുപടി, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, അതങ്ങനെ ആകരുതെന്ന് ഞാൻ തീരുമാനിച്ചു. മറ്റേ ആള് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, ഞാനും അങ്ങനെയായി. നമ്മൾ അതിനെങ്ങനെ റിസീവ് ചെയ്യുന്നതാണ്. നമുക്ക് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും പലതുണ്ട്, പക്ഷെ ഇതിൽ ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കണ്ട എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷെ കുഞ്ഞിനെ നമുക്കതൊന്നും അറിയില്ല. കുഞ്ഞിനെ നമ്മൾ നടക്കുന്നത് എന്താണോ അത് നമ്മൾ കറക്റ്റായിട്ട് എടുത്തങ്ങ് വെക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും മറ്റൊരാളെ തിരുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ലൈഫിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത്, ഇയാൾ ഇങ്ങനെ ആയിരിക്കണം, ഇയാൾ എനിക്ക് സന്തോഷം തരണം, ഇയാൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എല്ലായിടത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എന്ത് ചെയ്യണം. അവിടെയാണ് ആ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് നല്ല സ്നേഹത്തിൽ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആ ലവായി മാറണം. പ്ലസ് ഞാൻ ആ ലവ് റേഡിയേറ്റ് ചെയ്യുകയും വേണം. എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ എനർജിയും ലവിലായിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നത് ലവാണ്, തിരിച്ച് നമ്മളിലേക്ക് എന്ത് വരും, ലവ് വരും. പകരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവരെന്നെ സ്നേഹിക്കുന്നില്ല, അപ്പോൾ തിരിച്ചെന്താ വരിക? അതെ, ആ ഒരു സാധനം നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് അടിക്കുക എന്നുള്ളതാണ്. അതാണ്. അപ്പം നമ്മളിൽ ചേഞ്ച്, നമ്മൾ ഈ നേച്ചേർഡ് ഹീലിംഗ്, സെൽഫ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, നമ്മുടെ മുറിവുകൾ എന്താണ്, നമ്മുടെ അൺമെറ്റീരിയൽസ് കണ്ടെത്തി നമ്മളെ മാറ്റുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു, നമുക്കത് എനർജി വൈസ് തന്നെ അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരാൾ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ ഇരിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും മൂഡ് ഔട്ട് ആവും. ശരിയാണ്. നമ്മൾ ചില ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ചില ഗസ്റ്റുകൾ ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും, ചില ഗസ്റ്റുകൾ കുറച്ച് റൂഡ്, കുറച്ച് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾക്കത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ആ ഇന്റർവ്യൂവിൽ മൊത്തം നമ്മൾ ശോകമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചിട്ടായിരിക്കും നമ്മുടെ ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കാണുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ചിരിക്കാതിരുന്നേ, അല്ലെങ്കിൽ നീ എന്താ ചോദിക്കാവുന്ന കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാതിരുന്നേ. കാരണം അത് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഒരു വൈബ്രേഷൻ നമ്മൾ അബ്സോർബ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ അമ്മമാർ ഇപ്പോൾ കുട്ടികളെയൊക്കെ പരീക്ഷയ്ക്കൊക്കെ വിടുമ്പം രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി എല്ലാം വിടും. ഇവർ പരീക്ഷയ്ക്ക് പോകും, പ്രാർത്ഥിച്ചും നല്ലതായിട്ട് എഴുതണം എന്നൊക്കെ പറഞ്ഞു പോകും. പോയി കഴിഞ്ഞ് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഇവരുടെ തൊട്ട് നല്ലതായിട്ട് എഴുതാൻ പറ്റുമോ നല്ല ഇങ്ങനെ. പക്ഷെ ഈ എനർജി വരെയും കുട്ടിയെ ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആ സംശയത്തോടു കൂടി, കാരണം നമ്മളുടെ എനർജി, നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, ഇത് ശരിയാവുമെന്തോ, അയാൾ എങ്ങനെ ആയിരിക്കും, അയാളെങ്ങനെ ആയിരിക്കും, അയാളെങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ഇപ്പം വിളിക്കുമ്പോൾ എന്നെ ചീത്ത വിളിക്കും, എന്നോട് ഇങ്ങനെ ആയിരിക്കും. കറക്റ്റ് നമ്മളൊന്ന് അവരെ കണക്ട് ചെയ്ത് നോക്കിക്കേ, അവർ തിരിച്ച് അതേ രീതിയിൽ നമ്മളോട് റിയാക്ട് ചെയ്യും.
കാരണം ആ എനർജി വൈസ്. അതുകൊണ്ടാണ് റിയാലിറ്റി എന്തുമാവട്ടെ, പക്ഷെ നമ്മളുടെ തോട്ട് എപ്പോഴും ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യും. എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടി നന്നായിട്ട് പരീക്ഷ എഴുതുന്നു എന്ന് തന്നെ കൊടുക്കുക. അപ്പം അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആ കുട്ടിക്ക് കിട്ടും. അപ്പം അത്രയും അതിനെ ഹൈലൈറ്റ്, അതിനെ അത്രയും പവറിൽ നിന്ന് എഴുതാനും സാധിക്കും.